ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ കേസ് ഉണ്ടായിരുന്നു. ആ കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു കേസ് പരിഗണിച്ചത്. ഐറ്റം നമ്പർ 49 കേസ് പരിഗണിച്ചത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ സെഷനിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കക്ഷി ചേർക്കൽ, ഇംപ്ലീറ്റ്മെൻറ്റ്, അപ്പോൾ അതുമായിട്ടുള്ള വാദങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു 2-3 സിറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നടന്നത്. ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ അഡ്വക്കേറ്റ്സ് ഇംപ്ലീറ്റ്മെൻറ്റ് പാടില്ല എന്നുള്ളൊരു കാര്യം അവിടെ ഉന്നയിച്ചായിരുന്നു, വാദങ്ങളുണ്ടായിരുന്നു. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അവരുടെ വാദങ്ങൾ ഉന്നയിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അതിനൊരു തീരുമാനം ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്നുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ, ഓർഡർ എന്ന് പറഞ്ഞാൽ, ഹയർ സ്റ്റോൺ ഷോപ്പിയും കൂടി റെസ്പോണ്ടൻറ്റ് സെക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റെസ്പോണ്ടൻറ്റ് സെക്ഷനിൽ റെസ്പോണ്ടൻറ്റ് നമ്പർ 1 ഹയർ സ്റ്റോൺ ഷോപ്പി, റെസ്പോണ്ടൻറ്റ് നമ്പർ 2 ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ഡി പ്രതാപൻ, അതുപോലെ റെസ്പോണ്ടൻറ്റ് നമ്പർ 3 ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീന പ്രതാപൻ. അങ്ങനെയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന റെസ്പോണ്ടൻറ്റ് നമ്പർ 1 ഹയർ സ്റ്റോൺ ഷോപ്പിക്ക് ഈ ബഡ്സ് ആക്റ്റുമായിട്ട് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ കൗണ്ടർ എന്തെങ്കിലും റെസ്പോൺസ് എന്തെങ്കിലും ഫയൽ ചെയ്യണമെങ്കിൽ അത് 15th ജനുവരി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വെനസ്ഡേ അത് സബ്മിറ്റ് ചെയ്യണമെന്നാണ് ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്നുള്ള ഡയറക്ഷൻ. ഇതാണ് ഇന്നിപ്പോൾ കോർട്ടിൽ നടന്ന കേസ് അപ്ഡേറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ തോട്ട്സാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പം ഞാൻ ഓൾറെഡി മുൻപത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബഡ്സ് ആക്ട് 2019 ഒരു സെക്ഷനിൽ പോലും ഇംപ്ലീറ്റ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കക്ഷി ചേരിയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഫസ്റ്റ് ഒരു 11 ഇത് ഇപ്പോൾ പലരും ഒരു ഡയലമയിലിരിക്കുകയാണ്. കാരണം എന്താണ് ഇന്നിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഹയർ സ്റ്റോൺ ഷോപ്പിയെ കൂടെ റെസ്പോണ്ടൻറ്റ് സെക്ഷൻ. ഫസ്റ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിൽ മെയിൻ ആക്ച്വലി ഇപ്പോൾ ഹയർ സ്റ്റോൺ ഷോപ്പി കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹയർ സ്റ്റോൺ ഷോപ്പി വേഴ്സസ് കോമ്പറ്റൻ്റ് അതോറിറ്റി എന്നാണ്. കേസ് നമ്പർ 104358. എന്നാൽ നേരെ മറിച്ച് കോമ്പറ്റൻ്റ് അതോറിറ്റി കൊടുത്ത കേസിൽ കേസ് നമ്പർ 104359 കോമ്പറ്റൻ്റ് അതോറിറ്റി വേഴ്സസ് കെ ഡി പ്രതാപനും അതുപോലെ ശ്രീന പ്രതാപനുമായിരുന്നു കിടന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഇവിടെ മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് മാറ്റർ ഹയർ സ്റ്റോൺ ഷോപ്പിയുടെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു റിസർവ് ബൈ ഓർഡർ എന്നുള്ള ഒരു കാരണം വാദങ്ങളെല്ലാം കഴിഞ്ഞു, റിസർവ് ബൈ ഓർഡർ എന്നുള്ള ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഒരു ഫേസിലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഹയർ സ്റ്റോൺ ഷോപ്പിയെ സംബന്ധിച്ചുള്ള ഒരു വിധിയാണ് ഇവിടെ പ്രസ്താവിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അപ്പോൾ ആ ഒരു നാമം അവിടെ ആഡ് ചെയ്താൽ മാത്രമേ, കാരണം ഇവിടെ ഓർഡർ വരാൻ വേണ്ടി പോകുന്നത് കേസ് നമ്പർ 104359 കോമ്പറ്റൻ്റ് അതോറിറ്റിയാണ് ഇവിടെ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ്, അപ്പോൾ ആ കേസിലാണ് ഓർഡർ വരാൻ വേണ്ടി ഇരിക്കുന്നത്. 2 കേസുകൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ അത് ഓർഡർ വരാൻ വേണ്ടി ഇരിക്കുന്ന കേസ് നമ്പർ 104359 അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഹയർ സ്റ്റോൺ ഷോപ്പിയുടെയും കൂടി നെയിം അവിടെ ആഡ് ചെയ്യണം. ഇതിപ്പോൾ നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇംപ്ലീറ്റ്മെൻ്റ് ആയിട്ട് ബഡ്സ് ആക്റ്റിൽ ഒരിടത്തും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു ഇംപ്ലീറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഇതൊരു ഒമിഷൻ ഒരു എറർ ആണോ അതിലേക്ക്, കാരണം ഇവിടെ ഒരു നെയിം തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പെട്ടുപോയതാണ്. അപ്പോൾ നമുക്കൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഒന്നും ആ രീതിയിലേക്കൊന്നും നമുക്കവിടെ ഡിസ്കസ് ചെയ്യാണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇംപ്ലീറ്റ്മെൻ്റ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇതിനെ ഹയർ സ്റ്റോൺ ഷോപ്പി ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് ഉദ്ദേശിച്ച് ഇവിടെ ഇപ്പോൾ പലർക്കും ഒരു കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കക്ഷികൾ ചേരുമോ, ഇംപ്ലീറ്റ്മെൻറ്റ് ഇപ്പോൾ പലർക്കും കക്ഷികൾ ചേരാമോ. ഇത് ഇപ്പോൾ ഈ കേസിൽ തന്നെ, ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ തന്നെ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിൽ തന്നെ പലരും കക്ഷി ചേരാൻ വേണ്ടി വാദങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ പലരും കക്ഷി ചേരാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ ഒരിടത്തും ഇംപ്ലീറ്റ്മെൻറ്റ് അലോ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. കാരണം ബഡ്സ് ആക്ട് 2019 ഒരിടത്തും കക്ഷി ചേരൽ അല്ലെങ്കിൽ ഇംപ്ലീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഇവിടെ ഒരു ഇംപ്ലീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ വെച്ചുകൊണ്ട് ഇവിടെ ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ നെയിം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പായിട്ടായിരിക്കാം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഓൾറെഡി വാദങ്ങളൊക്കെ കഴിഞ്ഞു, റിസർവ് ബൈ ഓർഡർ എന്നുള്ളൊരു സ്റ്റേജിലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഓർഡർ വരേണ്ടത് ഹയർ സ്റ്റോൺ ഷോപ്പിയെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ ഒരു വ്യക്തികളെ ബേസ് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബഡ്സ് ആക്ട് റെഫർ ചെയ്താൽ തന്നെയും അതിൻ്റെ അകത്ത് ഇപ്പോൾ
അവിടെ ക്ലിയർ ആയിട്ട് അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 1 ചാപ്റ്റർ 1 പ്രിലിമിനറി, അതിൻ്റെ അകത്ത് സെക്ഷൻ 2 അതിൻ്റെ അകത്ത് കമ്പനി ആ ഒരു ഇൻക്ലൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാകണമെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇഫ് എ ഡെപ്പോസിറ്റ് ടേക്കർ ഈസ് എ കമ്പനി, it can be a company, it can be an individual, it can be an association of person, it can be a partnership firm. അപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെയും കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ഒമിഷനായിട്ടായിരിക്കാം സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ കേസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജനുവരി 15 അപ്പോൾ അന്ന് ഈ റെസ്പോണ്ടൻ്റ് നമ്പർ 1 ഹൈർചോൺ ആൻഡ് ഷോപ്പിക്ക് കൗണ്ടർ റെസ്പോൺസ് എന്തെങ്കിലും ഫയൽ ചെയ്യണമെങ്കിൽ അത് ഫയൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഹൈർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഇപ്പോൾ ഒരു നല്ലൊരു ഇപ്പോൾ ഓർഡർ വരാൻ വേണ്ടിയുള്ളൊരു സ്റ്റേജിലിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു വിധി തന്നെ വരട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സോ എപ്പോഴും പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലൊരു വിധി തന്നെ ഹൈർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.